ഇടയ്ക്കൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നത്തില്ലേ? അപ്പോൾ എന്നും ഉണ്ടാക്കുന്നതിന് വ്യത്യാസമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തോന്നും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു റൈസാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോയാലോ? സംഭവം നമ്മുടെ സോയ ചങ്ക്സ് വെച്ചാട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ നമുക്കിതിനെ ഒരു ബിരിയാണി എന്നൊക്കെ വിളിക്കാം. അപ്പം നമുക്ക് തുടങ്ങാവേ. കുക്കറിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മുടെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ കനം കുറച്ച് അരിച്ച് വെച്ചേക്കുന്ന ഉള്ളിയും അതിന് വേണ്ട ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഇതിനാവശ്യമുള്ള സോയ ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ സോയാബീൻ ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് കട്ട് ചെയ്തും കൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്ത് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പണ്ടെപ്പോഴോ കണ്ട ഈ ഒരു റെസിപ്പിയെ പറ്റിയിട്ട് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ഇതിലോട്ട് തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് നമുക്കതും കൂടി നമ്മുടെ ഈ വഴട്ടാൻ വെച്ചേക്കുന്ന കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിലും കൂടെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മസാലയൊക്കെ ആയി സോയാബീൻ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുന്ന രീതിയിലായി കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ഇതിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ എനിക്കങ്ങനെ എടുക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഫ്ലേവർ എല്ലാം കൂടി ചോറിലും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ രീതിയിൽ കുക്കറിൽ വെക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അരി വേവിച്ചെടുക്കുകയാണെങ്കിൽ വേറെ രീതിയിലും വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കുരുമുളകും കൂടെയുള്ള പേസ്റ്റും എല്ലാം കൂടെ നമ്മൾ ഉള്ളിയുടെ കൂടെ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് നമ്മുടെ സോയാബീൻ ഇടാം കേട്ടോ. സോയാബീൻ ഇട്ടിട്ട് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് പോലെ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ സാധാരണ കുക്കർ ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ അരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇന്ന് വെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഈസി റെസിപ്പി ആട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ ഒരുപാട് ജോലിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു 10-30 മിനിറ്റൊക്കെ മതി നമുക്ക് ഈ സാധനം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പെട്ടെന്നൊരു ലഞ്ച് അല്ലെങ്കിൽ ഒട്ടും സമയമില്ലാത്ത സമയത്തൊരു ഡിന്നർ അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ സ്വയം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സത്യം പറഞ്ഞാൽ പണ്ടൊന്നും എനിക്ക് സോയാബീൻ ഇഷ്ടമേ അല്ലായിരുന്നു. പിന്നെ ഒരു സമയത്ത് ഹോസ്റ്റലിൽ നിന്ന ടൈമിൽ ഇത് തന്നെ കഴിച്ച് പിന്നെ ഇതിനോട് ഭയങ്കരമായ ഒരു ഇഷ്ടം തോന്നുമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാനിത് നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഓർത്തപ്പോൾ സാധനം വീട്ടിൽ ഉണ്ടായിരുന്നുകൊണ്ട് എന്നാൽ പിന്നെ ഇത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചാട്ടോ ഇന്ന് ഇത് ചെയ്തേ. എന്തായാലും ഈ ഒരു ഐറ്റം നല്ല ടേസ്റ്റിയാണേ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് റൈസ് കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ മാറി ട്രൈ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് കറികളുടെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. പക്ഷെ ഞാനാണെങ്കിൽ കുറച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ ഈ റൈസ് ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്പൈസിയുടെ കൂടെ കുറച്ച് സലാഡ് കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഈ സലാഡ് വെച്ച്. അല്ലാണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റി കേട്ടോ. അപ്പോൾ റൈസിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.